എല്ലാവർക്കും ഈ നമ്മുടെ കോഴ്സിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ കുറച്ചുകൂടെ മനഃശാസ്ത്രത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഇതുവരെ നാം പരിചയപ്പെട്ടു വന്നത് ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇനി കുറച്ചുകൂടെ സങ്കീർണമായ ചിന്തകൾ, പക്ഷെ അത് തികച്ചും 100% സുവിശേഷത്തോട് കൂറുപാലിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ പരിധി വിടാതെ അതിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ വളരെ ശ്രദ്ധിച്ച് അവതരിപ്പിക്കുന്ന ആശയങ്ങളും ഉൾക്കാഴ്ചകളുമാണ്. അത് കൂടുതലായി നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ നാം ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരേ ഒരു ആശയം, അല്ലെങ്കിൽ പരസ്പരപൂരിതമായ 2 ആശയങ്ങൾ, യേശു ലോകത്തിൻ്റെ വെളിച്ചം എന്നുള്ളതും അതുകൊണ്ട് തന്നെ നാം ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം എന്ന നിർദ്ദേശവുമാണ്. ഇന്നത്തെ ആശയങ്ങളും അതിൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാണ് എങ്കിലും കുറച്ചുകൂടെ വ്യത്യസ്തമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനഃശാസ്ത്രത്തെ കുറച്ചുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ 2 പ്രസ്താവനകൾ നാം നോക്കുമ്പോൾ അതിൻ്റെ കാതലായ അംശം ദൈവം എന്നുള്ള ആശയമാണ്. മതവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധമാണ് മതത്തിൻ്റെ പൊരുൾ. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണം എന്നതാണ് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, ശ്രദ്ധ എന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ പ്രത്യേകമായ ശ്രദ്ധ അല്ലെങ്കിൽ ശ്രമം അല്ലെങ്കിൽ താല്പര്യം ദൈവം എന്ന ആശയത്തെ, എന്ന വലിയ യാഥാർത്ഥ്യത്തെ, എല്ലാറ്റിനെയും നിലനിർത്തുന്ന, എല്ലാറ്റിൻ്റെയും ഉറവിടമായ ദൈവം എന്ന ആശയത്തെ സുവിശേഷത്തിൽ എപ്രകാരമാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പീരുകളിൽ എപ്രകാരമാണ് ക്രമേണ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതും മനഃശാസ്ത്രം ദൈവത്തെ മനസ്സിലാക്കുന്ന വിധവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ, പൊരുത്തക്കേടുണ്ടോ, ആ വെളിച്ചത്തിൽ യേശുവിൻ്റെ പലവിധമായ പഠിപ്പീരുകളെ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതെങ്ങനെയിരിക്കും. അതുകൊണ്ട് വളരെ വിശാലമായൊരു അന്വേഷണമാണ് ഇത്. ഒരുപക്ഷെ ഈ ഒരു സെഷൻ കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, എങ്കിലും കഴിയുന്നത്രയും പെട്ടെന്ന്, എന്നാൽ അതേസമയം മനസ്സിലാക്കാനുള്ള സാവകാശം വെച്ചുകൊണ്ട് ഒക്കെ മുൻപോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ സാർവലൗകികമായി ദൈവത്തെ എല്ലാ മതങ്ങളിലും ചിത്രീകരിക്കുന്നത് ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. ഗോഡ് ഈസ് ലൈറ്റ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് അത് മനസ്സിൽ കുറിച്ച് വെച്ചിട്ട് നമുക്കിനി ചോദിക്കാനുള്ളത്, മനഃശാസ്ത്രത്തിൽ ദൈവത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഞാൻ കാൾ യുങ്ങിനെ മാത്രം കേന്ദ്രീകരിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ്. പല മനഃശാസ്ത്രജ്ഞരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ കൺഫ്യൂഷൻ വരാതിരിക്കുന്നതിന്, നമുക്കറിയാവുന്നതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു നിരീശ്വരവാദിയായിരുന്നു. ദൈവമുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി കാൾ യുങ് ഒരു വിശ്വാസിയായിരുന്നു. പക്ഷേ വിശ്വാസം എന്നാൽ എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റി അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. അതുകൊണ്ട് യുങ്ങിയൻ സൈക്കോളജിയുടെ വെളിച്ചത്തിൽ ദൈവത്തെ മനസ്സിലാക്കാൻ, ദൈവം എന്ന ആശയത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയായിത്തീരും, അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അന്വേഷണം. അതിനാമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ മനുഷ്യൻ ഒരിക്കലും വേണ്ടതുപോലെ ആ ആശയത്തിൻ്റെ പൂർണ്ണതയിൽ, സങ്കീർണതയിൽ, അതിൻ്റെ പൂർത്തീകരണത്തിൽ, കംപ്ലീറ്റ്നെസ് മനസ്സിലാക്കുവാനോ പ്രതിനിധാനം ചെയ്യുവാനോ അല്ലെങ്കിൽ ആവിഷ്കരിക്കുവാനോ സാധ്യമല്ല. നമുക്കറിയാം, ലോകത്തിൽ മനുഷ്യൻ പലവിധമായ അറിവുകളുടെ കാഴ്ചപ്പാടുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് മനഃശാസ്ത്രം എന്നുള്ളത്. ഇപ്പം ശാസ്ത്രമുണ്ട്, സാമൂഹ്യശാസ്ത്രമുണ്ട്, നരവംശാസ്ത്രമുണ്ട്, പിന്നെ സാഹിത്യമുണ്ട്, തിയോളജി ഉണ്ട്. അങ്ങനെ പലവിധമായ ദൈവത്തെ മനസ്സിലാക്കാൻ മനുഷ്യൻ നടത്തിയ വിവിധമായ അന്വേഷണങ്ങൾ
ഈ വിവിധമായ അറിവിൻ്റെ മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ കേന്ദ്രീകരിക്കുന്നത് അതിലൊരു മേഖല മാത്രമാണ്, അത് മനഃശാസ്ത്രമാണ്. അപ്പം അതുകൊണ്ട് നാം അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം മനസ്സിലാക്കേണ്ടതും അംഗീകരിക്കേണ്ടതുമായ കാര്യം, ദൈവത്തെ പൂർണ്ണമായി അറിയുവാനോ ആവിഷ്കരിക്കുവാനോ കഴിവുള്ള ഒരു അറിവിൻ്റെ മേഖലയും ഈ ഭൂമിയിലില്ല. There is no discipline of knowledge which can completely comprehend and represent God in truth and wholeness. ഇത് നമ്മൾ ആദ്യമേ മനസ്സിൽ കുറിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത്, നാം ഉപയോഗിക്കുന്ന ആശയങ്ങളുടെ പരിമിതി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നത് എന്താണ് എന്നത് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്തി അതും യേശുവിൻ്റെ പഠിപ്പീരുകളുമായി ബന്ധിച്ച് നമ്മുടെ അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും വളരെയധികം സന്തോഷിപ്പിക്കുന്നതുമായ പല തിരിച്ചറിവുകളും പ്രാപിപ്പാൻ സാധിക്കും എന്നതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നാം ദൈവത്തെ പറ്റി പലവിധമായ വിശ്വാസ പ്രമാണങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരാണ്. എല്ലാ വിശ്വാസ പ്രമാണങ്ങളും ചില അറിവുകളുടെ അടിത്തറയിൽ നിൽക്കുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ അറിവുകളും അപര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ മതമേഖലയിൽ വരുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ ഒരു വലിയ പരിമിതി, ഒരു വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അല്പമായതിനെ നാം ആത്യന്തിക സത്യമായി വിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കുകയും അതൊരു വടി പോലെ, ഒരൊലക്ക പോലെ എടുത്തുകൊണ്ട് നടക്കുകയും മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മനുഷ്യൻ അവലംബിക്കുന്ന മാർഗത്തിൽ കൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ദൈവത്തെ മനസ്സിലാക്കുന്നത് വളരെ ഭാഗികമായിട്ടാണ്. ആ ഭാഗികമായ അറിവ് അത് മാത്രമാണ് സത്യമെന്ന് നാം വിചാരിച്ച് അത് മാത്രം അള്ളിപ്പിടിച്ച് നിന്നാൽ നമ്മുടെ മതപരമായ ആവേശം കൊണ്ട് നമ്മൾ അറിയാതെ നമ്മൾ നിരീശ്വരവാദികളായി തീരും. നാം ദൈവത്തെ ഉപേക്ഷിക്കുന്നവരായി തീരും. ദൈവത്തിന് പകരം നാം സൃഷ്ടിച്ച എന്തോ സങ്കല്പങ്ങൾ വെച്ചിട്ട് അത് മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞ് അതിൻ്റെതായ പാളിച്ച നമ്മുടെ വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ഒരു ദുരവസ്ഥയിൽ നമ്മളായിത്തീരും. നമ്മുടെ വിശ്വാസത്തെ പറ്റി നമുക്ക് എത്ര വലിയ എരിവുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊന്നും വിലപ്പോകുകയില്ല. അസത്യത്തെ പറ്റി എരിവുള്ളത് കൊണ്ട് അതിന് വിലയുണ്ടെന്ന് ആരും പറയുകയില്ലല്ലോ. അതുപോലെ അപൂർണമായതിനെപ്പറ്റി എനിക്ക് വലിയ എരിവാണ് എന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് യേശു പറയുന്നത്, ശമര്യക്കാരി സ്ത്രീയോടുള്ള സംഭാഷണ മധ്യേ, ദൈവം ആ മലയിലുമല്ല ഈ മലയിലുമല്ല. കാരണം ആ മലയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ദൈവം നിങ്ങളുടെ സങ്കല്പമാണ്. ആ സങ്കല്പം യഥാർത്ഥ ദൈവം എന്ന യാഥാർത്ഥ്യവുമായി വലിയ ബന്ധമൊന്നും ഉള്ളതല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു. ഈ മലയിലും തഥൈവ അത് അപ്രകാരം തന്നെയാണ്. സത്യദൈവത്തെ അറിയുന്ന നാൾ വരുന്നു, ഇതാ വന്നുമിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു താക്കീതാണ്. മതത്തിൻ്റെ ആവേശം കൊണ്ടു നടക്കുന്ന എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു താക്കീതായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലുണ്ടല്ലോ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. കാരണം നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ സത്യത്തിലല്ല ആരാധിക്കുന്നത്. കാരണം നിങ്ങൾ ആരാധിക്കുന്ന ദൈവം നിങ്ങളുടെ സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പവും യഥാർത്ഥ ദൈവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾ ഒരിക്കലും അന്വേഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് താഴെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതമായ എല്ലാം അത് ബിംബങ്ങളാണ്, അത് ബിംബാരാധനയാണ്. അപ്പം അതുകൊണ്ട് നാം ഞായറാഴ്ച നടത്തുന്ന ആരാധന സത്യ ആരാധനയാണോ ബിംബാരാധനയാണോ എന്നതിനെപ്പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാകണം. അപ്പോൾ
യഹൂദന്മാരും ശമര്യക്കാരും വളരെ ഭയഭക്തിയോടെ, എരിവോടെ, ആവേശത്തോടെ അവരുടേതായ മലകളിൽ അവരുടേതായ വിശ്വാസ പ്രമാണം അനുസരിച്ച് ആരാധിച്ചു വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ആരാധന ബിംബാരാധനയായിരുന്നു. ബിംബം എന്നാൽ എന്താണ്? ദൈവം എന്ന യാഥാർത്ഥ്യത്തിന് താഴെയായി മനുഷ്യൻ അവന്റെ പരിമിതി കൊണ്ട് നിർമ്മിച്ചു വെക്കുന്ന ദൈവസങ്കല്പങ്ങൾ, ദൈവരൂപങ്ങൾ, അവയെ കേന്ദ്രീകൃതമായ, അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആരാധന, അതാണ് ബിംബാരാധന എന്ന് പറയുന്നത്. ഒരു ബിംബം പോലും ഉണ്ടാക്കിയില്ലെങ്കിലും, നമ്മുടെ ആരാധനയിടങ്ങളിൽ ഒരു ബിംബം പോലും ഇല്ലെങ്കിലും, നമ്മൾ യഥാർത്ഥത്തിൽ ബിംബാരാധനക്കാരാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വെച്ചു പുലർത്തുന്ന ദൈവസങ്കല്പവും ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണകളും ആ ധാരണയ്ക്കനുസരിച്ച് നാം ദൈവത്തോട് വെച്ചു പുലർത്തുന്ന ബന്ധങ്ങളും എല്ലാം ബിംബാരാധനയ്ക്ക് തുല്യമാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇത് നാം തുടർന്ന് ചിന്തിക്കുമ്പോൾ കൂടുതൽ സ്പഷ്ടമായി വരും ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്റെ ബൗദ്ധികമായ അന്വേഷണം കൊണ്ടും ശ്രമം കൊണ്ടും ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാനോ ദൈവത്തെ വേണ്ടതുപോലെ പ്രതിനിധീകരിക്കുവാനോ അല്ലെങ്കിൽ ആവിഷ്കരിക്കുവാനോ സാധ്യമല്ല. പിന്നെ മനുഷ്യൻ ആകെപ്പാടെ ചെയ്യാവുന്നത് പ്രതീകാത്മകമായി, അതായത് സിംബോളിക്കായി ദൈവത്തെ പറ്റി പരാമർശിക്കാം. ഇത് വ്യക്തമായി വ്യത്യാസം മനസ്സിലാക്കണം. ബിംബങ്ങളെ ഉണ്ടാക്കുന്നതും സിംബൽസ് ഉപയോഗിച്ച് ദൈവത്തെ പരാമർശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ബിംബങ്ങൾ ദൈവത്തിന്റെ സിംബൽസ് ആണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഇപ്പം ദൈവം ആത്മാവാകുന്നു, അല്ലെങ്കിൽ ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നതും ദൈവത്തിന്റെ രൂപം ഇതാണ്, ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മതങ്ങൾ തമ്മിലുള്ള പ്രശ്നം വരുന്നത് മുഴുവനും ബിംബാരാധനയിൽ കൂടെയാണ്. എവിടെയെല്ലാം മതപരമായ പ്രശ്നങ്ങളുണ്ടോ അവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നത് ബിംബാരാധന മാത്രമാണ് എന്നതാണ് സുവിശേഷങ്ങൾ ശ്രദ്ധയോട് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാകാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ബിംബാരാധനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്റെ സമീപനം അത് നമുക്ക് സ്ക്രിപ്ചറുകളിൽ കാണാം. പ്രത്യേകിച്ച് ന്യൂ ടെസ്റ്റമെന്റിൽ, അതിലും പ്രത്യേകിച്ച് യേശുവിന്റെ പഠിപ്പീരുകളിൽ ദൈവത്തെ പറ്റി സിംബോളിക് റെഫറൻസസ്, പ്രതീകാത്മകമായ പരാമർശങ്ങൾ. അപ്പോൾ ഈ ബിംബങ്ങളും പ്രതീകാത്മകമായ പരാമർശങ്ങളും വ്യത്യാസം എന്താണ്? ബിംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്, ദൈവം എന്ന് പറഞ്ഞാൽ ഇതാണ്, യഹോവ ഇങ്ങനെയാകുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവം ഇങ്ങനെയാകുന്നു, പുത്രനായ ദൈവം ഇങ്ങനെ മാത്രമാകുന്നു, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാത്രമാകുന്നു എന്ന അതാണ് ബിംബം. എന്നാൽ അത് പ്രതീകാത്മകമായി നമ്മൾ പരാമർശിക്കുമ്പോൾ അതിന് പരിധിയില്ല, അതിന് ഒരു ചട്ടക്കൂടില്ല, അതിനെ ഒരു വിധത്തിലും നിയന്ത്രിക്കുന്നില്ല. അത് സജസ്റ്റീവ് മാത്രമാണ്, അത് റെസ്ട്രിക്റ്റീവ് അല്ല, അത് സജസ്റ്റീവ് മാത്രമാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ദൈവത്തെ വെളിച്ചമെന്നും യേശു പ്രത്യേകമായി പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചമാണ് എന്ന് പറയുന്നു. എന്ന് മാത്രവുമല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും ദീപ്തമാക്കുന്ന വെളിച്ചമാണ് ദൈവം എന്ന്. ഈ രണ്ട് സങ്കല്പങ്ങളാണ് വാസ്തവത്തിൽ യേശുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇത് കൃത്യമായി നാം മനസ്സിൽ കുറിച്ചു വെക്കണം. ഒന്ന്, ഈ പ്രപഞ്ചത്തെ, ഈ സൃഷ്ടിയെ ആകമാനം ദീപ്തമാക്കുന്ന, ഇല്യൂമിൻ ചെയ്യുന്ന വെളിച്ചമാണ്. വെളിച്ചം എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞതാണ്, അതൊക്കെ ഓർത്തിരിക്കണം. അപ്പൊ അത് ഉണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. ഈ രണ്ട് സങ്കല്പങ്ങളാണ്. ഇത് രണ്ടും സിംബോളിക് ആണ്. അതിനകത്ത് ബിംബം ഉണ്ടാകാൻ സാധ്യമല്ല. ദർ ഇസ് നോ ഐഡൽ. അതുകൊണ്ടാണ് ഈ 10 കൽപ്പനയിലെ രണ്ടാമത്തെ കൽപ്പന എന്താണ്? നിങ്ങൾ ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കരുത്, ഒരു രൂപത്തെയും നിങ്ങൾ വന്ദിക്കരുത് എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഏത് രൂപം ഉണ്ടാക്കിയാലും, നിങ്ങൾ എത്രയൊക്കെ ആത്മാർത്ഥമായി എന്തെല്ലാം തിയോളജിയുടെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ രൂപം ഉണ്ടാക്കിയാൽ, ദൈവത്തെ സങ്കല്പിച്ചാൽ, അതെപ്പോഴും അപര്യാപ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ബിംബത്തിൽ കൂടെ നിങ്ങൾ ദൈവത്തെ തിരസ്കരിക്കുന്നവരായിത്തീരും
എന്ന താക്കീതാണ് 10 കൽപ്പനകളിൽ 2ാമത്തെ കൽപ്പന. ഇനി ഇതാണ് സുവിശേഷത്തിൽ നമുക്ക് കിട്ടുന്ന ധാരണ. ഇനിയും മനഃശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നാം ഇത് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇനി വളരെ ശ്രദ്ധിക്കണം, വളരെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി മുൻപോട്ട് പോകണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാൾ യുങ്ങിന്റെ എഴുത്തുകളിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാൾ യുങ് പറയുന്നത് ദൈവം എന്നാൽ മനുഷ്യന്റെ ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും, അതിൻ്റെ ഊർജമാണ്. ഗോഡ് ഈസ് ദി എനർജി ഓഫ് അവർ അൺകോൺഷ്യസ്. അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാരുടെ ഭാഷ, ലേമാൻസ് ലാംഗ്വേജിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഊർജമാണ് ദൈവം. അതാണ് യേശു പറഞ്ഞത് ലൈറ്റ് വിതിൻ. ലൈറ്റ് ഊർജമാണെന്ന് പറഞ്ഞു. ലൈറ്റ് ഈസ് എനർജി. അപ്പം ദർ ഇസ് ലൈറ്റ് വിതിൻ യു എന്ന് പറഞ്ഞാൽ ദർ ഇസ് ഡിവൈൻ എനർജി വിതിൻ യു. അത് നിങ്ങൾ ഉപയോഗിക്കണം. അത് തിരിച്ചറിയാൻ കൂട്ടാക്കാതെ മനുഷ്യർ ഈ വലിയ റിസോഴ്സിനെ നഷ്ടപ്പെടുത്തി ആജീവനാന്തം ജീവിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായി മനസ്സിലാക്കണം. സൈക്കോളജിയിൽ ഗോഡ് ഈസ് എനർജി ഓഫ് അവർ അൺകോൺഷ്യസ്, or in the layman's language it is the energy within. God is energy. അത് ജീവന്റെ എനർജിയാണ്. ഞാൻ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. രണ്ടാമതായിട്ട്, ദൈവം മനുഷ്യജാതിയുടെ മുഴുവനും ആന്തരികമായ ഊർജത്തിന്റെ ആകത്തുകയാണ്. ഗോഡ് ഈസ് ഓൾസോ ദി സം ടോട്ടൽ ഓഫ് ദ സൈക്കിക് എനർജീസ് ഓഫ് ദ ഹ്യൂമൻ കളക്റ്റീവ് അൺകോൺഷ്യസ്. അത് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്നും ഇൻഡിവിജ്വൽ കോൺഷ്യസ് എന്താണെന്നും ഇൻഡിവിജ്വൽ അൺകോൺഷ്യസ് എന്താണെന്നും കളക്റ്റീവ് അൺകോൺഷ്യസ് എന്താണെന്നും ഞാൻ അധികം താമസിയാതെ വിശദീകരിക്കുന്നതായിരിക്കും. അതുകൊണ്ടൊക്കെ വരുമ്പോൾ ഇത് സ്പഷ്ടമാകും. തൽക്കാലം ഇത് നോട്ട് ചെയ്യുക. ദൈവം എന്ന് പറയുന്ന മനഃശാസ്ത്രത്തിൽ ദൈവത്തെ 2 തലത്തിലാണ്: വ്യക്തികളുടെ ഉള്ളിലുള്ള ദൈവികമായ എനർജി, 2 മനുഷ്യജാതിയുടെ ആകമാനമായ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഊർജത്തിന്റെ ആകത്തുക. ഈ 2 തട്ടത്തിലും ദൈവത്തെ മനസ്സിലാക്കാൻ മനഃശാസ്ത്രം, പ്രത്യേകിച്ച് യുങ്ങിയൻ സൈക്കോളജി, ശ്രമിക്കുന്നു. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ വെളിച്ചത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് സ്വാഭാവികമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ യേശു ഇങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്, അതിപ്പോൾ പറകൊണ്ട് നിങ്ങൾ മറച്ചു വച്ചിരിക്കുന്നു എന്ന് യേശു പഠിപ്പിക്കുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ അർത്ഥം തിരിച്ചറിഞ്ഞാൽ അത് വളരെ വളരെ നമുക്ക് തൃപ്തി നൽകും. ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകും എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശജനകമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ദൈവികമായ ഊർജത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നത് കാവ്യാത്മകമായി യേശുവോട് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വിളക്കിനെ നിങ്ങളൊരു പറ കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പോലും നിങ്ങൾക്കറിയില്ല. ഇത് മനഃശാസ്ത്രപരമായിട്ട് 100% ശരിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ബോധ മനസ്സിൻ്റെ, ബോധ മനസ്സിന് സൈക്കോളജിയിൽ ഈഗോ എന്ന് പറയും. ഈഗോ, സെൽഫ് അല്ല. സെൽഫ് മറ്റെല്ലാം കൂടെ ചേരുന്നതാണ്. ഈഗോ, നമുക്ക് എന്തിനെ പറ്റിയൊക്കെ ബോധമുണ്ടോ അതിൻ്റെ ആകത്തുകയാണ് നമ്മുടെ ഈഗോ. നമ്മുടെ ഈ ഈഗോയുടെ ചില ഭാഗങ്ങളിൽ മാത്രം, നമ്മുടെ സൗകര്യം അനുസരിച്ച് മാത്രമേ നമ്മൾ ദൈവത്തെ കടന്നു വരുവാനോ വസിക്കുവാനോ നമ്മൾ അനുവദിക്കുകയുള്ളൂ. നാം ദൈവത്തോട് പുലർത്തുന്ന ബന്ധം ഭാഗികമാണ്. നമ്മുടെ താല്പര്യവും സൗകര്യവും അനുസരിച്ച് ഏകപക്ഷീയമായിട്ട് മാത്രമാണ് മനുഷ്യൻ ദൈവത്തോട് ബന്ധം പുലർത്തുന്നത്. ഇത് തിരിച്ചറിയേണ്ട വലിയ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തോട് പരിപൂർണമായ ബന്ധം പുലർത്തുവാൻ മനുഷ്യർക്ക് മനസ്സില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ദൈവികമായ പല ഘടകങ്ങളെയും നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മനസ്സിലേക്ക് അത് നമ്മൾ താഴ്ത്തിക്കളയും, പൂഴ്ത്തിക്കളയും. വി
repress, we force the ideas about God, the awareness of God deep into the unconscious. അതാണ് യേശു പറയുന്നത്, വെളിച്ചത്തെ നിങ്ങൾ പറ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഇപ്പം നമുക്കറിയാം സാക്രമെന്റ്, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ എന്ന് പറയേണ്ട ആവശ്യം എന്താണ്? മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ വേണ്ടതുപോലെ നിരന്തരമായി ഓർക്കയില്ല, സൗകര്യമനുസരിച്ച് മാത്രമേ ഓർക്കത്തുള്ളൂ. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നിരന്തരമായ ദൈവത്തോട് ഉള്ളിൽ സംസർഗം പാലിക്കുന്ന ഒരു ആത്മീയമായ ഊർജ്ജസ്വലതയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്നതാണ് ഈ വിശുദ്ധ കർമ്മത്തിന്റെ അല്ലെങ്കിൽ ദിവ്യബലിയുടെ ഉദ്ദേശമെന്ന് ആരും പറയുന്നില്ല. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയാണ്. ഈ സക്രമന്തിന്റെ അർത്ഥം ഏറ്റവും സമർത്ഥമായി നിരാകരിക്കുവാൻ, പുച്ഛിച്ചു തള്ളുവാൻ നല്ല പറ്റിയ മാർഗം പരസ്പരം ശണ്ട കൂടുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരു വിഷയമാണ്. തൽക്കാലം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് യേശു പറഞ്ഞു, അത് തന്നെ മനഃശാസ്ത്രവും പറയുന്നുണ്ട്. അപ്പോ മനുഷ്യന്റെ അൺകോൺഷ്യസ് എന്നാൽ എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യന്റെ മനസ്സിന് 3 തട്ടങ്ങളുണ്ട്. ഇത് നമുക്ക് ഇനിയും വ്യക്തമായിട്ടത് മനസ്സിലാക്കണം. മനുഷ്യന്റെ മനസ്സിൽ 3 തട്ടങ്ങളുണ്ട്. അതിലേറ്റവും ആദ്യം നിൽക്കുന്നത് അവന്റെ ബോധ മനസ്സാണ്, അവന്റെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അതാണ് ഈഗോ എന്ന് ഞാൻ പറഞ്ഞു. അതിന് താഴെയായിട്ട് അവന്റെ വ്യക്തിപരമായ അൺകോൺഷ്യസ്, ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സില്, ബോധമുള്ള മനസ്സിൽ നമുക്ക് വെച്ചു പുലർത്തുവാൻ താല്പര്യമില്ലാത്തതും കഴിവില്ലാത്തതുമായ കാര്യങ്ങൾ, കച്ചടകൾ മുഴുവനും ഈ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ അങ്ങ് ചവിട്ടി താഴ്ത്തി ഇറക്കി വെക്കും. അപ്പം ശവം കുഴിച്ചു മൂടുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ഭാരമായി തീരാൻ, നമുക്ക് അലങ്കോലം ഉണ്ടാകാതിരിക്കാൻ, നമുക്ക് അസൗകര്യം ഉണ്ടാകാതിരിക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചവിട്ടി താഴ്ത്തി നമ്മുടെ അവബോധ മനസ്സിൽ കൊണ്ടുവെക്കും. സോ വാട്ട് എവർ വി ഡു നോട്ട് വിഷ് ടു ഓർ കാനോട്ട് റീറ്റെയിൻ ഇൻ ആ കോൺഷ്യസ്നെസ്, കോൺഷ്യസ് പറഞ്ഞാൽ നമുക്ക് ഈഗോ എന്ന് പറഞ്ഞല്ലേ, അത് നമ്മുടെ അൺകോൺഷ്യസിലോട്ട് നമ്മൾ ചവിട്ടി മാറ്റി വെക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ഇമ്പൾസസ്, ഇൻസ്റ്റിങ്സ്, ഡിസയേഴ്സ്. ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ മൊറാലിറ്റി ഉണ്ട്, അതിൻ്റെ താരിപ്പുകളുണ്ട്, അത് വ്യക്തികൾക്ക് അനുവദിക്കുന്ന പരിമിതമായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഈ ഇടുങ്ങിയ ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കാൻ കഴിയാത്ത മനുഷ്യന്റെ വികാരങ്ങൾ, അവന്റെ താല്പര്യങ്ങൾ, അവന്റെ പ്രവണതകൾ, ആഗ്രഹങ്ങളെല്ലാം അവന്റെ ബോധ മനസ്സിൽ നിന്ന് അവന്റെ അവബോധ മനസ്സിലേക്ക് ചവിട്ടി താഴ്ത്തി വെക്കും. ആ കൂട്ടത്തിൽ പെടുന്നതാണ് ദൈവം. കാരണം ദൈവത്തെ പൂർണ്ണമായി മനുഷ്യൻ അവന്റെ ബോധ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാൻ സാധ്യമല്ല, അവന് താല്പര്യവുമില്ല. അതുകൊണ്ട് ചില അംശങ്ങൾ മാത്രം സ്വീകരിക്കുകയും ബാക്കിയുള്ളത് അവന്റെ അവബോധ മനസ്സിലേക്ക് അവൻ മാറ്റിവെക്കുകയും അല്ലെങ്കിൽ പൂഴ്ത്തിവെക്കുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രപരമായ ആശയമാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്കിനിയും സുവിശേഷത്തിൽ നിന്നൊരു ഉദാഹരണം പരിഗണിക്കാം. നമുക്കറിയാം, യേശു ജനിക്കാറായപ്പോൾ അവൻ്റെ അമ്മയായ മറിയാമിന് പ്രസവവേദന ആരംഭിച്ചപ്പോൾ അവൾ ഒരു സത്രത്തിൽ അഭയം തേടാൻ ശ്രമിച്ചു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. ഇത് വളരെ മനോഹരമാണ്. മനഃശാസ്ത്രപരമായി ഇത് അത്ഭുതാവഹമായ ഒരറിവിൻ്റെ ഇടമാണിത്. അപ്പൊ അവിടെ എന്താണ്? ഇടമില്ല എന്ന അവസ്ഥയാണ്. ഇടമില്ല. ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സത്രം എന്നത് ഒരു സ്ഥാപനമാണല്ലോ. ലോകത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യന്റെ ബോധ മനസ്സിനോട് മാത്രം ബന്ധമുള്ളതാണ്. ഈ ലോകത്തിലെ എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യന്റെ ബോധ മനസ്സുകൊണ്ട് സൃഷ്ടിച്ചതാണ്. പ്രത്യേകിച്ച് ക്രയവിക്രയത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും മനുഷ്യന്റെ ബോധ മനസ്സ്, ഈഗോ, അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ആ ബോധ മനസ്സിൽ ഈ ശിശുവിന് ഇടമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒരു സത്രം മാത്രമല്ലിത്. മനുഷ്യനിർമ്മിതമായ ബോധ മനസ്സുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇടുങ്ങിയ തലങ്ങളിൽ
സർവത്തിൻ്റെയും വെളിച്ചമായ യേശുവിനെ ഉൾക്കൊള്ളുവാൻ സാധ്യമല്ല എന്നതാണ് ആ ഒരു പ്രതീകത്തിൻ്റെ സിമ്പിളിൻ്റെ അർത്ഥം. ആ സത്രം ഒരു സിമ്പിളാണ്, ഒരു വസ്തു മാത്രമല്ല, ഒരു സിമ്പിളാണ്. അത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എലിയറ്റ് പറഞ്ഞ കാര്യം, ഐ എം സോറി, ദർ ഇസ് സം ഡിസ്റപ്ഷൻ. നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഹലോ? ഓ, അതെന്തുകൊണ്ടോ ഒരു ഓക്കെ, ഐ എം സോറി അബൌട്ട് സം കോൾ കെയിം. കുഴപ്പമില്ലല്ലോ. നൗ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ബേത്ലഹേമിലെ സത്രം, അപ്പോൾ ദ ഇൻ സിംബലൈസസ് ദ സ്ഫിയർ ഓഫ് ഫ്രീ കോൺഷ്യസ് ഹ്യൂമൻ ചോയ്സസ്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നടത്തുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പ്, തീരുമാനങ്ങൾ, ഫ്രീ ചോയ്സ്, അതിൻ്റെ ഇടമാണ് ഈ സത്രം എന്നുള്ളത്. ഈ തരുണത്തിൽ ഇംഗ്ലീഷ് പോയറ്റായിരുന്ന T.S. എലിയറ്റ് പറഞ്ഞൊരു കാര്യം, അത് ഇങ്ങനെ പറഞ്ഞു: മനുഷ്യൻ അവൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ച് അവൻ്റെ എല്ലാ മുറകളും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തെങ്കിലേക്ക് തിരിയത്തുള്ളൂ എന്ന് പറഞ്ഞു. ഹ്യൂമൻ ബീയിങ്സ് വിൽ ടേൺ ടു ഗോഡ് ഓൺലി ആസ് ദ ലാസ്റ്റ് റിസോർട്ട്. അതുവരെ അങ്ങോട്ട് പോകാതെ നമ്മുടെ വിധത്തിൽ, നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. എല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തിലേക്ക് തിരികെയുള്ളൂ എന്ന് T.S. എലിയറ്റ് പറയുന്നത് ഞാൻ ഇത്തരണത്തിൽ ഓർത്തു പോകുകയാണ്. അപ്പോ അത് നമ്മുടെ ബോധ മനസ്സിന്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. നമ്മുടെ ബോധ മനസ്സ് ബേത്ലഹേമിലെ ഈ സത്രം പോലെ ഇടുങ്ങിയതാണ്. അവിടെ സർവശക്തനായ ദൈവത്തിന് ഇടമില്ല. പിന്നെ ദൈവത്തെ പറ്റിയുള്ള ചില പരിമിതമായ സങ്കല്പങ്ങൾ, നമുക്ക് താല്പര്യമുള്ളത്, നമുക്ക് സൗകര്യമുള്ളത് നാം അവിടെ കടന്നു വരാൻ സമ്മതിക്കും. ദൈവത്തെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ ഒരു വ്യക്തിയും തയ്യാറാകയില്ല. ഇത് നാം എപ്പോഴും മനസ്സിലാക്കേണ്ട, നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സത്യമാണ്. ഇതൊരു ആത്മീയമായ സത്യമാണിത്. എന്നാൽ നാം യേശുവിനെ നോക്കുമ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. യേശുവിന്റെ അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് യേശു വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൽ, ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. പരിപൂർണമായ ആ ഒരു എന്താ പറയുന്നത്, വൺനെസ്, ഏകത്വം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി മാത്രം നമ്മുടെ സൗകര്യമനുസരിച്ച് ദൈവത്തോട് നാം ബന്ധം പുലർത്താൻ ശ്രമിക്കുമ്പോൾ, യേശു യാതൊരു പരിധിയുമില്ലാതെ പരിപൂർണമായി ദൈവത്തോട് താതാത്മ്യം പ്രാപിക്കുകയും ദൈവഹിതം സ്വന്തം ഹിതമാണ് എന്ന അവസ്ഥ പ്രാപിക്കുകയും ചെയ്തു. ഇതാണ് യേശുവും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. അല്ലെങ്കിൽ യേശുവും മതത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളും തമ്മിലുള്ള വിശ്വാസം. നമുക്കറിയാം, മതം മനുഷ്യന്റെ സൗകര്യമനുസരിച്ച് മാത്രം ദൈവത്തോട് ബന്ധം പുലർത്തുകയും അതുകൊണ്ട് നേടാവുന്ന ആനുകൂല്യങ്ങൾ എന്ന് മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു ക്രമീകരണമാണ്. അതുകൊണ്ടാണ് യേശു മതത്തിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാതിരുന്നത്. യേശു യഹൂദ മതം ആചരിച്ചിരുന്നില്ല എന്നത് സുവിശേഷം നമ്മെ അറിയിക്കുന്ന സത്യമാണ്. ഇതിലേതെങ്കിലും കാര്യം വ്യക്തമല്ല എങ്കിൽ നമുക്ക് ഡിസ്കഷന്റെ സമയത്ത് കുറെ കൂടെ വിശദമാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് സ്വീകരിക്കുന്നത് മനുഷ്യൻ നിർമ്മിച്ചത് മാത്രമേ നമ്മുടെ ബോധ മനസ്സ് സ്വീകരിക്കുകയുള്ളൂ. ദൈവം സൃഷ്ടിച്ചതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമല്ല. ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് മനുഷ്യൻ അവന്റെ കരവിരുത് കൊണ്ട് സൃഷ്ടിക്കുന്നതിൽ മാത്രമേ മനുഷ്യൻ അഭയം പ്രാപിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ നമ്മുടെ വീടുണ്ടാക്കും, എന്നാൽ ദൈവം നമ്മുടെ ഭവനമാണെന്ന് പറയുന്നു. പക്ഷെ ആ പറച്ചിൽ യാതൊരു അർത്ഥവുമില്ല. അത് വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുന്നു എന്നല്ലാതെ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? നമ്മൾ വസിക്കുന്നത് നമ്മുടെ കൈകൾ കൊണ്ടുണ്ടാക്കിയ ഭവനത്തിൽ മാത്രമാണ്.
ദൈവത്തെ ഭവനമായി കാണുക എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഒരിക്കൽ പോലും ആരും അന്വേഷിക്കുകയില്ല. കാരണം ആ ഒരു അവസ്ഥയോട് താല്പര്യമില്ല എന്നതുകൊണ്ടാണ്. ഇത് തന്നെയാണ് സഭയുടെ അവസ്ഥയെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ ലവുദോക്യ സഭയുടെ അവസ്ഥ. സംഘടിതമായ മതങ്ങൾ എപ്പോഴും ഇങ്ങനെയായിരിക്കും. അവ ദൈവത്തിന്റെ ഹിതമനുസരിച്ചല്ല, മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങൾ മാത്രം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചർച്ച് വിൽ ഫങ്ഷൻ ഓൺലി അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഈസ് മാൻ മെയ്ഡ് ലോ. അപ്പം യേശുവാണ് സഭയുടെ അടിസ്ഥാനമെന്നും സഭയുടെ തലയെന്നും ഒക്കെ പറയും. പക്ഷേ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്ന നിയമം അനുസരിച്ച് മാത്രമാണ്. അപ്പൊ യേശു എന്ത് പറയുന്നു, അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ കാര്യം അല്ലെങ്കിൽ സാഹചര്യം കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെയൊന്നും അന്വേഷിക്കുന്ന ഒരു താരിപ്പേ നമുക്കില്ല. അങ്ങനെ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ മുടക്കുന്ന, അവരെ ശത്രുവായി കാണുന്ന ഒരവസ്ഥയിലാണ് നാം. അത് തന്നെ നമ്മെ ഈ ഒരു യാഥാർത്ഥ്യത്തെ കൂടുതൽ വ്യക്തമായി ശക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. ഇനി മുൻപോട്ട് നോക്കുമ്പോൾ മനുഷ്യന്റെ ബോധ മനസ്സും അവന്റെ ഉപബോധ മനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മുടെ ബോധ മനസ്സിൽ നമുക്ക് അംഗീകരിപ്പാനും തുടർന്ന് കൊണ്ടുപോകുവാനും മനസ്സില്ലാത്ത, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഉപബോധ മനസ്സിലേക്ക് താഴ്ത്തിക്കളയുന്നു, പൂഴ്ത്തിക്കളയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. So what is the relationship between the conscious mind, the ego, and the personal unconscious? അത് കാൾ യുങ് പറയുന്നത് അത് ഇറ്റ് ഈസ് കോമ്പൻസേറ്ററി എന്ന് പറയും. അതായത് നമുക്കറിയാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അപര്യാപ്തതയുണ്ട് എങ്കിൽ നമുക്ക് മറ്റെന്തിൻ്റെയെങ്കിലും സഹായം ആവശ്യം വരും. ഉദാഹരണമായിട്ട്, നമുക്ക് നല്ലതായിട്ട് നടക്കാൻ വയ്യ എങ്കിൽ നമ്മളൊരു ഊന്നുവടി ഉപയോഗിക്കും. ആ ഊന്നുവടിയുടെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ നടക്കാനുള്ള കഴിവുകേടിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഊന്നുവടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ പ്രായമായ നമ്മളൊക്കെ ഈ കണ്ണാടി വെച്ച് വായിക്കുന്നു. എന്തുകൊണ്ടാണ്? കണ്ണിന്റെ ബലക്ഷയത്തെ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊരു പൊതുവായ തത്വമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് മനുഷ്യന്റെ ബോധ മനസ്സിന് വലിയ പരിമിതികളുണ്ട്. അതിൻ്റെ ഉള്ളടക്കം വളരെ പരിമിതമാണ്. ആ ഉപബോധ മനസ്സിനെ അപേക്ഷിച്ച് മനുഷ്യന്റെ ബോധ മനസ്സ് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ അവന്റെ ബോധ മനസ്സിന്റെ സാധ്യതകൾ വളരെ പരിമിതമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ വരുമ്പോൾ നമ്മൾ പുറകോട്ട് മാറുന്നത്. നമ്മൾ ബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ഒരു കഴിവുമില്ല എന്ന നിഗമനത്തിലെത്തുകയും നമ്മൾ ആ രംഗത്ത് നിന്ന് പിൻവലിഞ്ഞു പോവുകയും ചെയ്യും. ആ പരിമിതി മാറ്റാനാണ് വിശ്വാസം എന്ന വലിയ ശക്തി നമുക്ക് നൽകുന്നത്. നിങ്ങൾക്ക് എള്ളോളവും വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടുകുമണിയോട് വിശ്വാസമുണ്ടെങ്കിൽ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറുമെന്ന് പറയുന്നത് അത് ഇതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് ഈ ഒരു വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ the need for this compensatory relationship between the conscious and the unconscious is rooted in a problem. ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? നമ്മുടെ ബോധ മനസ്സ്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ബോധ മനസ്സ് ഒരിക്കലും അതിൻ്റെ തന്നെ സാധ്യതയുടെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയില്ല. നമ്മുടെ ബോധ മനസ്സ്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ മനസ്സ് അതിൻ്റെ ഒരു അംശം മാത്രമാണ് ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ്. അതിൻ്റെ ഏറ്റവും ചെറിയ ഭാഗമാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത പ്രശ്നം എന്താണ്? ആ ചെറിയ അംശം പോലും അതിൻ്റെ പൂർണ്ണ സാധ്യതയിൽ ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. അതിൻ്റെ ഏറ്റവും പരിമിതമായ വിധത്തിൽ മാത്രമേ നമ്മുടെ ബോധ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുകയുള്ളൂ. So the conscious mind never functions at its optimum level or full scope. അതെപ്പോഴും അതിൻ്റെ സാധ്യതയിൽ നിന്ന് താഴെയായിരിക്കും. നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ നമുക്കറിയാം, നാം
നമുക്കുണ്ട് എന്ന് നാം തന്നെ തിരിച്ചറിയുന്ന കഴിവുകളുടെയും സാധ്യതകളുടെയും പൂർണ്ണ തോതിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ ജീവിതത്തിൽ ഒരിക്കലും ഇടയായിട്ടില്ല. അത് നമ്മുടെ മനസ്സിന്റെ ഒരു വൈകൃതമാണ് എന്ന് ചെറുപ്പത്തിലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നാം സ്വീകരിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് മനുഷ്യൻ എപ്പോഴും അവന് വെച്ചിരിക്കുന്ന, അവനായി കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു തോത്, മാർക്ക്, സ്റ്റാൻഡേർഡ്, അതിന് താഴെയായി പോകും എന്നാ പറയുന്നത്. ഹി ഫോൾസ് ഷോർട്ട് ഓഫ് ദ മാർക്ക്. അതിനെയാണ് പാപം എന്ന് മനസ്സിലാക്കേണ്ടത്. നാം പാപത്തെ ചില പ്രവൃത്തികളായി മാത്രമാണ് മനസ്സിലാക്കുന്നത്. മനഃശാസ്ത്രത്തിൽ അങ്ങനെയല്ല. മനഃശാസ്ത്രം പാപം എന്ന ആശയത്തെ അല്ല, ആ വാക്കല്ല ഉപയോഗിക്കുന്നത്. മനഃശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് വിൽ ഓൾവേസ് ഫങ്ഷൻ ഫാർ ബിലോ ഇറ്റ്സ് പൊട്ടൻഷ്യൽ, ഇറ്റ്സ് കപ്പാസിറ്റി. അത് നമ്മൾ മതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ വി മിസ് ദ മാർക്ക്. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് പോലെ അതിന്റെ പൂർണ്ണതയിൽ നാം ഒരിക്കലും ചെയ്യുന്നില്ല. അതിനെയാണ് പാപം എന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പം സിൻ എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ അമാർത്തിയ, അതായത് മിസ്സിങ് ദ മാർക്ക് എന്നാണ് എൻ്റെ അർത്ഥം. മിസ്സിങ് ദ മാർക്ക്. അപ്പോ നമ്മൾ പറയാറുണ്ട് ടു എർ ഈസ് ഹ്യൂമൻ. തെറ്റ് കാണിക്കുക, തെറ്റ് ചെയ്തു പോവുക, അല്ല പിഴ വന്നു പോവുക എന്നത് മനുഷ്യന്റെ സ്വാഭാവികമാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ആരും പറയുന്നില്ല. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിഴ വന്നുകൊണ്ടേയിരിക്കുന്നത്? അതിന്റെ ഒറ്റ കാരണം മനഃശാസ്ത്രത്തിൽ പറയുന്നത്, അതിന്റെ മുഖ്യ കാരണം നമ്മുടെ ബോധ മനസ്സ് പോലും, അതായത് നമുക്ക് അറിയാവുന്ന, നമ്മളിൽ ഉണ്ട് എന്ന് നാം തന്നെ തിരിച്ചറിയുന്ന സാധ്യതകളുടെ പൂർണ്ണ തോതനുസരിച്ച് പ്രവർത്തിക്കാൻ നാം കൂട്ടാക്കുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെ തെറ്റാതിരിക്കും? അപ്പൊ അത് മനഃശാസ്ത്രപരമായ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ നാം തീർച്ചയായും വീണുകൊണ്ടേയിരിക്കും. നമ്മുടെ വീഴ്ച ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം വീഴ്ചയിൽ കൂടെ നാം പഠിക്കുന്നുവെങ്കിൽ, വീഴ്ചയിൽ കൂടെ പഠിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ വീണുപോയത് ഇന്ന കാരണം കൊണ്ടാണ്. എന്താണ് ആ കാരണം? ഞാൻ എൻ്റെ തന്നെ കഴിവ് വേണ്ടതുപോലെ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് തിരിച്ചറിയുമ്പോൾ അടുത്ത തവണ അതുപോലൊരു സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ കുറച്ചുകൂടെ പൂർണ്ണമായി നാം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതിൽ കൂടെ ഇതിനു മുമ്പ് വീണുപോയ അവസ്ഥയിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇനിയും ഇത് മതത്തിന്റെ ഭാഷയിൽ വരുമ്പോൾ സങ്കീർത്തനം 51:5 നാം ജനിക്കുന്നത് തന്നെ പാപത്തിലാണ് എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്കറിയാം, ദാവീദ് രാജാവിന്റെ സങ്കീർത്തനമാണ്. ഒരു പ്രത്യേക അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറയുന്നതാണ്. താൻ എന്തുകൊണ്ട് പിഴച്ചുപോയി, തൻ്റെ കയ്യിൽ ഇപ്രകാരം ഒരു വലിയ അബദ്ധം പറ്റിയത് എന്തുകൊണ്ടാണ്, ഇത് ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണ്, ഏറ്റവും വലിയ അക്രമമാണ്, അനീതിയാണ് എന്നറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അറിവുകൊണ്ടല്ല രാജാവ് ഈ വലിയ അതിക്രമം ചെയ്തത്. അവന്റെ സാധ്യതകൾ അതിന്റെ പൂർണ്ണ വിധത്തിൽ ഉപയോഗിക്കുന്നതിൽ രാജാവ് പരാജയപ്പെട്ടത് കൊണ്ടാണ് അവന് വലിയ തകർച്ച വന്നത്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ പാപത്തിൽ ഉരുവായി. അപ്പോൾ കൃത്യമായി മനഃശാസ്ത്രപരമായി തന്നെ അത് 100% ശരിയാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ സൽഗുണ പൂർണ്ണരാകുവിൻ. പൂർണ്ണത, യേശുവിന്റെ പഠിപ്പീരുകളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് പൂർണ്ണത. പൂർണ്ണത പൂർണ്ണത എന്ന വാക്ക്. സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്നില്ല, ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. അത് 10 കൽപ്പനയിൽ തന്നെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 2 കൽപ്പനകളെന്ന് യഹൂദൻ വിശ്വസിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട കൽപ്പന, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും. പൂർണ്ണം എന്നത് 4 തവണ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണം 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 4 തവണ ആവർത്തിക്കുന്നത്? മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപൂർണതയിൽ നിന്ന് മാത്രമാണ്. നാം അപൂർണതയിൽ നിന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പതനം സുനിശ്ചിതമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ പതനങ്ങളും പരാജയങ്ങളും സംഭവിച്ചതിന്റെ പ്രാവർത്തികമായ വശം ഇതാ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ യേശു പറയുന്നു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 48-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ.
അതല്ലാതെ മറ്റൊരു മാർഗമില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസ്ഥ, മനുഷ്യന്റെ അപൂർണതയുടെ സ്ഥിതി എന്താണ്, അത് കുറച്ചുകൂടെ വ്യക്തമാകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ നമുക്ക് മനുഷ്യന്റെ മനസ്സിന്റെ ഘടന, മനഃശാസ്ത്രം അറിയിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം കോൺഷ്യസ് മൈൻഡ്, രണ്ടാമത് പേഴ്സണൽ അൺകോൺഷ്യസ്, മൂന്നാമത് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ബോധ മനസ്സിൽ അതിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഭൗതികമായ അവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ, പരിശീലനങ്ങൾ, നാം ഒപ്പിയെടുക്കുന്ന സങ്കല്പങ്ങൾ, ധാരണകൾ, പിന്നെ നമ്മുടെ വിവിധമായ ജീവിതത്തിലെ അനുഭവങ്ങൾ, ഇവയെല്ലാം കൂടെ ഒരു അവിയൽ പോലാണ് നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ ബോധ മനസ്സിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോധ മനസ്സ് നാം ഏത് സമൂഹത്തിൽ വസിക്കുന്നുവോ ആ സമൂഹമാണ് ഈ ബോധ മനസ്സിനെ വാർത്തെടുക്കുന്നത്. അതുകൊണ്ടാണ് നാം ഏത് സമൂഹത്തിൽ വസിക്കുന്നുവോ ആ സമൂഹം അതിൻ്റെതായ രീതികളോട് നാം സമരസപ്പെടണമെന്ന് നിർബന്ധം കാണിക്കുന്നത്. അതിനാണ് കൺഫോർമിറ്റി എന്ന് പറയുന്നത്, അനുരൂപരായി തീരുക. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന്റെ മർമ്മത്തോട് അനുരൂപരാകരുത്. Every society expects you to conform. Every church expects you to conform. Every group expects you to conform. അങ്ങനെയല്ലാതെ മനുഷ്യൻ നിർമ്മിച്ചതെല്ലാം നിങ്ങൾ അതിനോട് അനുരൂപരായി തീരണം എന്ന് നിർബന്ധം പിടിക്കുന്നതാണ്. നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ചേർന്നാൽ, നിങ്ങളൊരു ക്ലബിൽ ചേർന്നാൽ, നിങ്ങളൊരു സ്ഥാപനത്തിൽ ചേർന്നാൽ, നിങ്ങളൊരു സഭയിൽ ചേർന്നാൽ, നിങ്ങളൊരു കുടുംബത്തിലാണെങ്കിൽ അതിൻ്റെതായ ചട്ടക്കൂടിനോട് അനുരൂപരായി തീരണം, കൺഫോം ചെയ്യണം. അങ്ങനെ കൺഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ഒരേ അച്ചിൽ നിന്ന് വന്നവരാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ പ്രത്യേകതയാണ്, യുണീക്ക്നെസ് ആണ്. യുണീക്ക്നെസ്. ആത്മീയത എപ്പോഴും കേന്ദ്രീകരിക്കുന്നത് മനുഷ്യന്റെ പ്രത്യേകതയിലാണ്. സ്പിരിച്വാലിറ്റി ഈസ് ഓൾവേസ് ഫോക്കസ്ഡ് ഓൺ ദ യുണീക്ക്നെസ് ഓഫ് ഇൻഡിവിജ്വൽ. നിങ്ങൾ യേശു വ്യക്തികളെ സഹായിക്കുന്ന ആ സംഭവങ്ങൾ നോക്കിയാൽ, ഇഫ് യു എക്സാമിൻ ഇൻസ്റ്റൻസസ് ഓഫ് ജീസസ് എൻകൗണ്ടറിങ് ഇൻഡിവിജ്വൽസ്, നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന കാര്യം, യേശു ഓരോരുത്തരെയും അവരുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യാൻ ശ്രമിച്ചത്. ലോകത്തെ ഒരു സ്ഥാപനവും അങ്ങനെ ചെയ്യുകയില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നും അത് അങ്ങനെ ചെയ്യുകയില്ല. അപ്പോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യനിർമ്മിതമായതെല്ലാം മറ്റുള്ളവർ ഞാൻ വരച്ച വരയിൽ നിൽക്കണം, ഞാൻ സൃഷ്ടിച്ച ചട്ടക്കൂടിനകത്ത് നിൽക്കണം, ഞാൻ എൻ്റെ താരിഫിന് അനുരൂപരായി തീരണം എന്ന് ശഠിക്കുകയും അതിൽ ഒതുങ്ങി നിൽക്കാത്ത വ്യക്തിപരമായ പ്രത്യേകതകളെ വളരെ ശക്തമായി അമർത്തിക്കളയുകയും അല്ലെങ്കിൽ അതിനെ അടിച്ചു വെടിയിൽ കളയുകയും ചെയ്യുന്ന ഒരു സമീപനം മാത്രമേ ഈ ലോകം ഇന്ന് വരെയും കണ്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോധ മനസ്സിൽ നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാനോ അതിനെ സഫലീകരിക്കത്തക്കവണ്ണം, അതിനെ ഫുൾഫിൽ ചെയ്യത്തക്കവണ്ണം ധൈര്യമായി അതിൻ്റെതായ വഴിയിൽ സഞ്ചരിച്ച് ഏത് ഉദ്ദേശത്തോടു കൂടെയാണോ, പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണോ നമ്മളെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്, അത് പൂർത്തീകരിക്കാൻ ഉതകുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നിക്കോദീമോസ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് യേശുവിനെ കാണാൻ വരുന്നല്ലോ. അവന് യേശുവിനോട് കൂടെ ആയിത്തീരുവാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം അവൻ യഹൂദ മതചട്ടത്തിനുള്ളിൽ നിൽക്കുന്നവനാണ്. പിന്നെ രാത്രിയിൽ വന്ന് ഈ വെളിച്ചത്തിന്റെ വ്യക്തിത്വത്തെ ഒന്ന് കണ്ടാരും അറിയാതെ തടി തപ്പാം എന്നതിനപ്പുറത്ത് ഒന്നും ചെയ്യാൻ പാവം നിക്കോദീമോസ്, അവൻ നല്ലവനാണെങ്കിലും സാധ്യമല്ല. കാരണം അവന് ചട്ടക്കൂടിനകത്ത് ഉള്ളിൽ നിൽക്കുന്നവനാണ് എന്നതുകൊണ്ടാണ്. അപ്പോ ഈ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളുകൾക്ക് അനുവദിക്കപ്പെടുന്ന ഏക സ്വാതന്ത്ര്യം ഏത് കൂട്ടത്തിലാണോ നാം നിൽക്കുന്നത് അവരെ പോലെ ആയിത്തീരാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ദ ഫ്രീഡം ഓൺലി ടു കൺഫോം.
ഇത് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വിലയേറിയ സമ്പത്തായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു വക്രീകരണമാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസ്റ്റോർഷൻ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിങ് ഗോഡ് ഹസ് ഗിവൻ ടു us, which is freedom. ഞാൻ എപ്പോഴും അത്ഭുതത്തോട് ചിന്തിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണെന്ന് പറയുകയും അതേസമയം തന്നെ മനഃപൂർവ്വം അടിമത്വത്തിന്റെ അവസ്ഥ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഫ്രീഡം ഓഫ് ചോയ്സ്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ബേത്ലഹേമിലെ സത്രത്തിലെ പോലെ നമുക്ക് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവരെ പോലെ മാത്രമായി തീരുവാൻ അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സാവകാശമുണ്ട്. ഇപ്പോൾ ബേത്ലഹേമിലെ സത്രത്തിൽ യേശുവിന് ഇടമില്ലാതെ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു മറ്റുള്ളവരെ പോലെ അല്ലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതൊരു അക്കോമഡേഷൻ പ്രോബ്ലം അല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഈ ശിശു സാധാരണ ഒരു പ്രതിഭാസമല്ല, ഇത് വളരെ പ്രത്യേകതയുള്ളതാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 11-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ സ്വന്തം ജനത്തിന്റെ ഇടയിലേക്ക് വന്നു, സ്വന്തം അവരവനെ കൈക്കൊണ്ടില്ല. കാരണം എന്താണ്? സ്വന്തം ജനത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ ഞാൻ പലപ്പോഴും ഓർക്കുന്നൊരു കാര്യം, ജർമ്മൻ ഫിലോസഫറായിരുന്ന ഹെയ്ഗൽ പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു എലിയുടെ പൊനത്തില് സിംഹത്തിന് ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സിംഹത്തിന് നാണക്കേട് വരേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതുപോലെയാണ് യേശുവിന് ബേത്ലഹേമിലെ സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നില്ല. പലർക്കും ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനുള്ളിൽ ഒരു കസേരയോ ഒരു മൂലയോ കിട്ടണമെന്നതിനപ്പുറത്ത് സ്വന്തം വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയോട് നീതി പാലിക്കാൻ യാതൊരു താല്പര്യവുമില്ല എന്നതിനെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. സോ അതുകൊണ്ട് നാം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബോധ മനസ്സിൽ നമുക്ക് സൗകര്യാർത്ഥം ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിനെയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നാം താഴ്ത്തിക്കളയും. അപ്പൊ അതുകൊണ്ട് ആ ഉപബോധ മനസ്സിന്റെ ഉള്ളടക്കങ്ങൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ കാര്യം തന്നെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. നമ്മുടെ ഉപബോധ മനസ്സിന്റെ കോണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്താണ്? ദ ഡിമാൻഡ്സ് ഓർ ഇൻസ്റ്റിങ്സ് ഓർ ഇമ്പൾസസ് ആൻഡ് ഡിസയേഴ്സ് ദാറ്റ് ദ ഫ്രെയിംവർക്ക് ഓഫ് അവർ എക്സിസ്റ്റൻസ് ഡസ് നോട്ട് അലൗ. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത നമ്മുടെ തന്നെ പ്രവണതകള്, വികാരങ്ങള്, താല്പര്യങ്ങള്, കഴിവുകള്, സാധ്യതകൾ മുഴുവനും നമ്മൾ ഇതിലേക്ക് അങ്ങ് ചവിട്ടി താഴ്ത്തി വെക്കും, അതിനെ കുഴിച്ചു മൂടും. അതുകൊണ്ട് നമ്മളൊരു സിസ്റ്റത്തിനകത്ത് വസിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായിരിക്കുകയില്ല. ഏത് സിസ്റ്റത്തിലായാലും നാം ആ സിസ്റ്റത്തിന്റെ താല്പര്യത്തിന് അനുയോജ്യരായി നമ്മളെ തന്നെ ഒതുക്കി നമ്മുടെ രൂപവും ഭാവവും ഒക്കെ മാറ്റി മര്യാദ നടിച്ച് നടക്കണം അല്ലെങ്കിൽ കഴിയണം എന്നതിനപ്പുറത്ത് ഒരു സിസ്റ്റവും നമ്മളോട് കരുണ കാണിക്കുകയില്ല, നീതി കാണിക്കുകയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിൽ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഫിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഞാൻ ബേത്ലഹേമിലെ സത്രത്തെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഒന്ന് ആ സിസ്റ്റത്തിൽ നിന്ന് വെളിയിൽ വരിക. കാരണം ആ സിസ്റ്റത്തിൽ നമുക്ക് നിൽക്കാൻ സാധ്യമല്ല. രണ്ട്, ആ സിസ്റ്റത്തിനകത്ത് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ വെട്ടിച്ചുരുക്കി അതിനകത്ത് കൊള്ളാവുന്ന ഒരു ഷേപ്പില്, ഒരു രൂപത്തിൽ ആക്കി വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആയിത്തീരണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സാധ്യതകൾ. ഒന്ന്,
വീണ്ടും ആ പ്രശ്നം വരുന്നു. I'm sorry about this. ഇപ്പൊ ശരിയായോ? മഴയും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. I'm very sorry. Okay, let's continue under very difficult circumstances. Okay, അപ്പോ ഞാൻ പറഞ്ഞത് നമ്മളൊരു സിസ്റ്റമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ രണ്ട് സാധ്യതകളെ ഉള്ളൂ. ആ സിസ്റ്റവും നമ്മളും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളും സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന്റെ താല്പര്യവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എങ്കിൽ രണ്ട് സാധ്യമേ ഉള്ളൂ. ഒന്നിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ അതിന്റെ താല്പര്യം അനുസരിച്ച് നമ്മളെ തന്നെ വെട്ടിച്ചുരുക്കുക. ഈ രണ്ട് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമുക്കറിയാം. ഇപ്പം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ പത്രോസ് മഹാപുരോഹിതന്റെ മുറ്റത്ത് വെച്ച് പരീക്ഷിക്കപ്പെട്ടു. അവിടെ വെച്ച് അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അത് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ സങ്കടമാണ്. അയ്യോ, പത്രോസ് യേശുവിനോട് അത് ചെയ്തല്ലോ. അത് വളരെ ന്യായമാണ്. കാരണം പത്രോസ് ആയിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു വിധത്തിലും അവന് യേശുവിനോട് അവന് ബന്ധമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. നമ്മൾ പറയുമോ അവൻ വലിയ അപ്പോസ്തലനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ല. അങ്ങനെ ചെയ്യത്തുള്ളൂ. ദയവായി മനസ്സിലാക്കുക. ആ സാഹചര്യത്തിൽ അവിടെ അവൻ ഇരുന്നവന്റെ കൈ ചൂടാക്കണമെങ്കിൽ അവിടെ അവനെ തന്നെ വെട്ടിച്ചുരുക്കണം. യേശുവിനെ അറിയാൻ വയ്യ എന്ന് പത്രോസ് പറയുന്നതിന്റെ അർത്ഥം യേശുവിനെ അറിയാൻ വയ്യ എന്നല്ല. പിന്നെയോ ഞാൻ എന്നെ തന്നെ വെട്ടിച്ചുരുക്കി, ഇതാ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എന്നെ തന്നെ വെട്ടിച്ചുരുക്കി നിങ്ങളുടെ മധ്യത്തിൽ ഇരുന്നോട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. ഇത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പിതാവായ ദൈവത്തിന്റെ ഹിതം നിർവഹിപ്പാൻ സാധ്യമാകത്തക്കവണ്ണം യഹൂദ മതത്തിന്റെ ചട്ടക്കൂടിന് വെളിയിൽ വന്ന് അവൻ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ തൻ്റെ ദൗത്യം നിർവഹിച്ചത് എന്നത് ക്രിസ്ത്യാനികൾ എപ്പോഴും ഓർക്കേണ്ട ഒരു മാതൃകയാണ്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ തന്നെ നമുക്ക് ഭയമാണ്. പക്ഷെ അതേസമയം തന്നെ നമ്മളെല്ലാവരും യേശുവിൻ്റെ അനുയായികളാണ് എന്നതും ഒരു പ്രത്യേകതയുള്ള അവസ്ഥയാണ്. ഇനിയും കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ബോധ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രയാസമുള്ള, അപകടം വരാവുന്ന, അല്ലെങ്കിൽ സമൂഹം നമ്മെ ശിക്ഷിക്കുന്ന പരിപാടികൾ, സാധ്യതകൾ, പ്രവണതകൾ, വികാരങ്ങൾ നമ്മൾ അബോധ മനസ്സിലേക്ക് താഴ്ത്തി വെക്കുന്നു എന്ന് പറയും. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളും നമ്മളിങ്ങനെ പൂഴ്ത്തിവെക്കും. കാരണം എന്താണ്? നാം ആയിരിക്കുന്ന സാമൂഹിക ചട്ടക്കൂട് അല്ലെങ്കിൽ മതപരമായ ചട്ടക്കൂട് വളരെ ഇടുങ്ങിയതായതുകൊണ്ട് നമ്മുടെ സാധ്യതകളുടെ ഏറ്റവും മഹനീയമായ അംശവും നമുക്കിങ്ങനെ പൂഴ്ത്തിവെക്കേണ്ടി വരും. അതും നമ്മുടെ ഉപബോധ മനസ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ രണ്ട് വ്യത്യസ്തമായ ഘടകങ്ങളാണ് നമ്മുടെ ഉപബോധ മനസ്സിൽ നിൽക്കുന്നതെന്ന് കാൾ യുങ് പറയുന്നത്. ഇതിൻ്റെ ആശയമല്ല. അദ്ദേഹം പറയുന്നത് ആദ്യമായിട്ട് ഓരോ വ്യക്തിയും അവൻ ഏത് സമൂഹത്തിൽ ഏത് സാഹചര്യത്തിലായിരിക്കുന്നു അതിൻ്റെ ചട്ടക്കൂട് പരിമിതമാണ്. അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ ഒരു ചട്ടക്കൂടും ഈ ഭൂമിയുടെ പരപ്പിലില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വസിക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് തന്നെ വെട്ടിച്ചുരുക്കണം. തൻ്റെ വികാരങ്ങളെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ വെട്ടിച്ചുരുക്കി അത് കൊള്ളിക്കാവുന്നത് കൊള്ളിച്ച് ബാക്കി കളയണം, താഴോട്ട് കളയണം, അമർത്തി പൂഴ്ത്തി വെക്കണം. ആ കൂട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ വളരെ മനോഹരമായ, വളരെ ഉന്നതമായ സാധ്യതകളും ഈ സാമൂഹിക സാംസ്കാരിക എന്താ പറയുക മത ചട്ടക്കൂടിന്റെ സങ്കുചിതമായ ആ ഇടങ്ങളിൽ ഫിറ്റ് ചെയ്യാൻ വരാത്തത് അതും നമ്മൾ തള്ളിക്കളയും. അതുകൊണ്ട് പലപ്പോഴും നാം നമ്മെ തന്നെ വെച്ചു പുലർത്തുന്ന ധാരണകൾ നമ്മുടെ സാധ്യതകളെ നിരാകരിക്കുന്നതാണ് എന്നത് മനഃശാസ്ത്രപരമായ ഒരു തത്വവും വേദപുസ്തകപരമായ യാഥാർത്ഥ്യവുമാണ്. ഇവിടെയാണ് മനഃശാസ്ത്രവും വേദപുസ്തകവും വാസ്തവത്തിൽ ഒന്നായിത്തീരുന്നത്. യേശു ആളുകളുമായി ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓരോ സംഭവങ്ങൾ പരിശോധിച്ചാൽ
അവർക്ക് ഒരിക്കലും അവരെ പറ്റി അറിയാതിരുന്ന കാര്യങ്ങൾ, അവരെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ബോധമില്ലാതിരുന്നത് യേശു തിരിച്ചറിഞ്ഞ് അത് പ്രായോഗികമാക്കി അതിനെ പ്രവർത്തനക്ഷമമാക്കിയിട്ടാണ് അവർക്ക് വിടുതൽ നൽകുന്നത്, അവരെ നോർമലായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളക്കരയിൽ 38 വർഷം രോഗശാന്തി കാത്തു കിടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ യേശു എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്? അവനോട് പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് വീട്ടിൽ പോ, കാരണം നിന്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്, നീ അത് തിരിച്ചറിയുന്നില്ല അത്രമാത്രം. ഇത് മനഃശാസ്ത്രപരമായും ആത്മീയമായും ഒന്നാണ്, ഒരേ സത്യമാണ് എന്ന് ഞാൻ ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. എനിക്കിത് വളരെ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ ഇതൊന്ന് സാക്ഷീകരിക്കുകയാണ്. ഇനി വളരെ പ്രധാനമായിട്ട് നാം മനസ്സിലോർക്കണം, ഞാൻ ആദ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു, പ്രാധാന്യമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. Among the resources relegated to the unconscious, there is also a best potential for our own healing, our own redemption. നാം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന നമ്മുടെ തന്നെ വിഭവങ്ങളിൽ, റിസോഴ്സസിൽ, ഈ സാമൂഹ്യമായി നാണക്കേട് വരുത്തുന്ന വികാരങ്ങളും പ്രവണതകളും മാത്രമല്ല, നമ്മുടെ തന്നെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ആരോഗ്യം നിറഞ്ഞ, ഏറ്റവും സാധ്യതകൾ നിറഞ്ഞ, ഏറ്റവും മഹനീയമായ, ഏറ്റവും വിലയേറിയ സാധ്യതകളും നാം ഉൾപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥിതി വളരെ പരിമിതമായതുകൊണ്ട് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ വയ്യാത്തതുകൊണ്ട് നാം എന്ത് ചെയ്യും? അത് നമ്മൾ പൂച്ച താഴ്ത്തു. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വെളിച്ചം ഇതാ പറ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. അത് മനഃശാസ്ത്രത്തിൽ 100% ശരിയാണ്. വെളിച്ചത്തെ പറ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന അവസ്ഥയാണ് മനഃശാസ്ത്രത്തിൽ കൂടെ മനുഷ്യന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് തീർച്ചയായും നിങ്ങൾക്കും എനിക്കും വളരെയധികം ആവേശം പ്രദാനം ചെയ്യാൻ പര്യാപ്തമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് നാം ഇതുവരെയും ബോധമനസ്സ് എന്താണെന്നും ഉപബോധ മനസ്സ്, അൺകോൺഷ്യസ് മനസ്സ് എന്താണെന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനിയും വളരെ ഹ്രസ്വമായി ഈ മനുഷ്യന്റെ വ്യാപകമായ അൺകോൺഷ്യസ്, കളക്റ്റീവ് അൺകോൺഷ്യസ്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു മനുഷ്യന്റെ, നമ്മുടെ എല്ലാ മനസ്സിന്റെ ഏറ്റവും വലിയ ഭാഗം അതാണ്, എന്നാൽ നമുക്ക് ഏറ്റവും ബോധമില്ലാത്ത ഭാഗവും അതാണ്. അവിടെയാണ് വ്യക്തിയും മനുഷ്യ ജാതി ആകമാനവുമായുള്ള ബന്ധം സ്ഥിതി ചെയ്യുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ റേസ്. റേസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റേസ് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ്, ഹ്യൂമൻ ഫാമിലി, മനുഷ്യജാതി ആകമാനം ഒന്നാണ് എന്നെപ്പോഴാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? നമ്മുടെ ബോധ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ വ്യക്തിപരമായ അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ടോ സാധിക്കത്തില്ല. പിന്നെ അത് സാധിക്കണമെങ്കിൽ മനുഷ്യജാതിയുടെ ആകമാനമായ ആ കളക്റ്റീവ് അൺകോൺഷ്യസുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ മാത്രമേ നാം എല്ലാവരും ഒരേ കുടുംബത്തിലാണ്. ഇപ്പൊ ഹിന്ദുമതത്തിൽ പറയുന്ന പോലെ വസുധൈവ കുടുംബകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യേശുവിന്റെ ദർശനത്തിൽ ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്, അതിനകത്ത് എല്ലാവരും ഒന്നുപോലെ അതിൻ്റെ അംഗങ്ങളാണ്. അതിർവരമ്പുകളില്ലാത്ത ഒരു രാജ്യമുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ കളക്റ്റീവ് അൺകോൺഷ്യസിനോട് മാത്രം ബന്ധമുള്ളതാണ്. ആ തലത്തിൽ നമുക്ക് വളരാൻ കഴിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ തന്നെ വ്യക്തിത്വത്തിന്റെ പൂർണ്ണത നാം പ്രാപിക്കുകയുള്ളൂ എന്നതാണ് മനഃശാസ്ത്രത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരവസ്ഥയിൽ നാം പ്രവേശിക്കുന്നത് വരെ, എത്തിപ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും? അല്പമായതിൽ വലിയ ആവേശം കണ്ടെത്തും. ഒരു ചെറിയ കഷ്ണം കയ്യിലെടുത്ത് ഇതിനപ്പുറത്ത് ഒന്നുമില്ല, പ്രപഞ്ചം പോലും ഇതിനകത്താണ് എന്ന് പറഞ്ഞു നടക്കുന്ന ഭ്രാന്ത്. ഈ മതം കൊണ്ട് മനുഷ്യന് ഭ്രാന്ത് വരുമെന്ന് ഐറിഷ് സാറ്ററിസ്റ്റായ ജോനതൻ സ്വിഫ്റ്റ് മതത്തിന്റെ ആവേശം ഭ്രാന്താണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്ന ഒരു കൃതിയാണ് ടെയിൽ ഓഫ് എ ടബ് എന്ന് പറയുന്നത്. ഞാനൊരു റെഫറൻസ് പറഞ്ഞെന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഈ അംശമായതിൽ നമുക്ക് എപ്പോഴെങ്കിലും ആവേശം വരുന്നുണ്ടോ? തീർച്ചയായും മനസ്സിലാക്കുക, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പൂർണ്ണതയിൽ നിന്ന് നാം പൂർണ്ണമായും അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് പൈശാചികമായ മർമ്മമെന്ന് യേശു
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിക്കുക, അറുക്കുക, മുടിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണതയെ നശിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് മാത്രമാണ് അതിന്റെ അർത്ഥം. സാത്താൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ സാത്താനെ ഇങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം തെറ്റാണ്, 100% തെറ്റാണ്. ഏതെല്ലാം വ്യക്തികളാണോ, ഏതെല്ലാം നിഗമനങ്ങളാണോ, ഏതെല്ലാം താല്പര്യങ്ങളാണോ, ഏതെല്ലാം സംവിധാനങ്ങളാണോ, സ്ഥാപനങ്ങളാണോ ഭാഗികമായതിനെ മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട് പൂർണ്ണമായതിനെതിരെ വിഷം ചീറ്റുന്നത്, അതെല്ലാം സാത്താന്റെ പരിപാടിയാണ്, പൈശാചികമാണ്. ഇതാണ് സുവിശേഷത്തിന്റെ സത്യം. ഇത് യേശുവിന്റെ പഠിപ്പിക്കൽ കൂടെ മാത്രമാണ് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈക്കോളജി വായിച്ചപ്പോൾ അത് ഇത് തന്നെയാണല്ലോ പറയുന്നത്, അത് യൂങ്ങിയൻ സൈക്കോളജി മാത്രം എന്ന സന്തോഷത്തോടെ എനിക്ക് തിരിച്ചറിയാൻ ഇടയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഞാൻ മുമ്പ് പരാമർശിച്ച ബെത്സൈദ കുളത്തിന്റെ അരികിലേക്ക് ഒന്ന് പോകാം. അത് മനുഷ്യന്റെ കളക്റ്റീവ് അൺകോൺഷ്യസിന്റെ ഏറ്റവും നല്ല, സുവിശേഷത്തിലെ ഏറ്റവും നല്ല ഒരു പ്രതീകമാണ് ഈ ബെത്സൈദ കുളം എന്നുള്ളത്. അതിന് ചുറ്റും ആളുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു ദൂതൻ വന്ന് അതിന്റെ വെള്ളം ഇളക്കും. എന്തുകൊണ്ടാണ് ദൂതൻ വരുന്ന? ആരെങ്കിലും വ്യക്തികൾ ഇളക്കിയാൽ പോരെ, വെള്ളം ഇളകി കിട്ടിയാൽ പോരെ, അതിനെന്തിനാ ദൂതൻ വരുന്നത്? അത് മനഃശാസ്ത്രത്തിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അതിന് വേണ്ടി ശ്രമിക്കാം. സമയം അതിക്രമിക്കുന്നത്, ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്താൻ ശ്രമിക്കാം. അപ്പൊ ഈ ബെത്സൈദ കുളത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ നാം ഈ തരുണത്തിൽ നാം ചർച്ച ചെയ്ത് വന്നതിന്റെ വെളിച്ചത്തിൽ മനസ്സിൽ കുറിക്കണം. ഒന്നാമത്, അതിൻ്റെ വെള്ളം ഇളക്കണം. വെള്ളം നിശ്ചലമായി കിടന്നാൽ ഒരു പ്രയോജനവുമില്ല. വെള്ളം ഇളക്കപ്പെടണം. 1. 2, ഇത് ഒരു മനുഷ്യനും ഇതിലെ വെള്ളം ഇളക്കാൻ സാധ്യമല്ല. ഒരു മാലാഖയ്ക്ക് മാത്രം, ഒരു ദൂതന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ്? 3, ഇത് ഇളക്കുമ്പോൾ, അതായത് ഇപ്പോഴുള്ള ഈ സാധാരണ അവസ്ഥയെ ഭംഗിച്ചാൽ മാത്രമേ, only when the status quo is disturbed, സൗഖ്യം നടക്കത്തുള്ളൂ. ഹീലിംഗ് വിൽ ടേക്ക് പ്ലേസ് only if the status quo is disturbed. ഇത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ദൂതന് മാത്രമേ ഈ കുളത്തിന്റെ വെള്ളം ഇളക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിച്ചാൽ, വ്യക്തികൾ ഈ ഒരു കർമ്മത്തിന് വളരെ അപര്യാപ്തരാണ്. ഇൻഡിവിജ്വൽസ് ആർ അൺഈക്വൽ ടു ദ ടാസ്ക്. കാരണം ഇതൊരു വ്യക്തിയുടെ മനസ്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് മനുഷ്യജാതിയുടെ മുഴുവനും അവബോധ മനസ്സാണ്, ദ കളക്റ്റീവ് അൺകോൺഷ്യസ്. അതിലൊരു ഇളക്കം വരണം. വലിയ മഹാരഥന്മാർ ഈ ലോകത്തിൽ വന്നത് അതിൻ്റെ ഇളക്കമായിട്ടാണ്. ചില വ്യക്തികളുടെ അവബോധ മനസ്സ് മാത്രമല്ല, മനുഷ്യരാശിയുടെ ആകമാനമായ അവബോധ മനസ്സ് യുഗാന്തരങ്ങളിൽ സ്വപ്നം കണ്ട് അതിൽ കൂടെ സംഭവിക്കുന്ന ഇളക്കമാണ് കാലാകാലങ്ങളിൽ ആത്മീയ വിപ്ലവങ്ങളായി. അത് യേശുക്രിസ്തുവിന്റെ ദൗത്യമാണെങ്കിലും ബുദ്ധ ഭഗവാന്റെ ദൗത്യമാണെങ്കിലും അങ്ങനെയുള്ള വിടുതലിന്റെ ദൗത്യം ഗുരുനാനാക്കിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യരാശിയുടെ വിടുതലിന് വേണ്ടി, അത് മതത്തിലാണെങ്കിലും മതത്തിന് വെളിയിലാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ, അവരെല്ലാം ഈ ബെത്സൈദ കുളത്തിലെ വെള്ളം ഇളക്കാൻ വന്ന ദൂതന് സമമാണ്. ഇത് വളരെ മനോഹരമായ ഒരു തിരിച്ചറിവായിട്ടാണ് ഞാൻ വിലമതിക്കുന്നത്, ആസ്വദിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോ ഒരു വ്യക്തിയും അവൻ്റെ തന്നെ ശ്രമം കൊണ്ട് ഈ പൊതുവായ അവബോധ അല്ലെങ്കിൽ ഉപബോധ മനസ്സിനോട് ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല. അത് അവൻ്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും ഒരു വ്യക്തി എത്ര ശ്രമിച്ചാലും, ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചാലും അവൻ്റെ തന്നെ കളക്റ്റീവ് അൺകോൺഷ്യസുമായി ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല. അത് വെളിയിൽ നിന്ന് ഈ ദൂതൻ ബെത്സൈദ കുളത്തിലെ വെള്ളം കലക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ
ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ കളക്റ്റീവ് അൺകോൺഷ്യസും ജീവൻ വെക്കത്തുള്ളൂ. അതൊരു വലിയ അത്ഭുതാവഹമായ മനഃശാസ്ത്രപരമായ വെളിപ്പെടുത്തലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ വേദപുസ്തകത്തിലെ പല സംഭവങ്ങളും നമ്മൾ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത അർത്ഥം ആർജിക്കുന്നു, വെളിപ്പെടുത്തുന്നു എന്നത് വളരെ സന്തോഷജനകമാണ്. അതുകൊണ്ട് ഇപ്പോൾ സമയം അതിക്രമിച്ചുകൂടെ ഞാനിവിടെ നിർത്താൻ പോവുകയാണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കുറെ കൂടെ ഉണ്ടായിരുന്നു. അത് അടുത്ത സെഷനിലാകട്ടെ. അപ്പം ഇതുവരെ നാം കണ്ടത് മനഃശാസ്ത്രവും സുവിശേഷത്തിലെ ദൈവസങ്കല്പവും തമ്മിൽ എപ്രകാരമാണ് പൊരുത്തപ്പെടാൻ സാധിക്കുന്നത്, എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യേകതയുള്ള പല വെളിപ്പെടുത്തലും ഉണ്ടായത്, ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായിയായി നൽകിയത്. അത് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യണം ഉദ്ദേശിച്ച വിഷയമാണ്. മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്രകാരം സഹായം ആവശ്യമായിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ബോധ മനസ്സ് ദൈവത്തെ ദൈവികമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് ബേത്ലഹേമിലെ സത്രത്തിൽ ഒരു ശിശുവിന് ഇടമില്ലാതെ പോയത്, അതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ തന്നെ മനസ്സിൻ്റെ പ്രത്യേകതയിൽ, അതിൻ്റെ ഘടനയിൽ, അതിൽ സ്ഥിതി ചെയ്യുന്ന പരിമിതിയിൽ ഇവയുമായിട്ടുള്ള ബന്ധം എന്താണ്, ആ ഒരു തിരിച്ചറിവിൽ കൂടെ നാം സുവിശേഷങ്ങൾ ഒന്ന് പുനർവായന നടത്തിയാൽ പ്രാപിക്കാവുന്ന ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ആത്മീകമായ തിരിച്ചറിവുകൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ പശ്ചാത്തലം ഒരുക്കുക മാത്രമേ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളൂ. വളരെ അത്ഭുതാവഹമായ തിരിച്ചറിവുകൾക്ക് നമുക്ക് ഇനിയും അവകാശവും സാവകാശവുമുണ്ട്. അതിലേക്ക് നിങ്ങളെവരെയും വിശ്വാസത്താൽ ക്ഷണിച്ചുകൊണ്ട്, ഇന്ന് സമയം അതിക്രമിച്ചു പോയതുകൊണ്ടും ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ബാക്കിയുള്ള സമയം നമുക്ക് ഡിസ്കഷന് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഏതെങ്കിലും കാര്യം പറഞ്ഞതിൽ ഏതെങ്കിലും ആശയം വ്യക്തമല്ല, അത് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഐ എം വില്ലിംഗ് ടു ഓഫർ മാക്സിമം പോസിബിൾ എക്സ്പ്ലനേഷൻ. ഇതിൻ്റെ അകത്തൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പഠിപ്പീരുകൾ വന്നതല്ല, പക്ഷെ അതിന്റെ ഒരു പരിണാമം അല്ലെങ്കിൽ അതിൽ നിന്ന് നിർഗമിക്കുന്ന ഒരു ഐഡിയ. നമ്മൾ എല്ലാവരും ജനിച്ചു വീണ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക്, ചട്ടക്കൂടിലേക്കാണ്. അങ്ങനെയാണ് ഒരു നാച്ചുറലായിട്ട് നമുക്കൊരു ഐഡന്റിറ്റി അങ്ങനെ കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനി ആയതും അല്ലെങ്കിൽ ഏത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ രീതിയിൽ അങ്ങനെ വളർന്നു വന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു സിസ്റ്റം, അതാണ് നമ്മുടെ ഒരു ഫ്രെയിം വർക്ക്. അപ്പൊ അതിൽ നിന്ന് അതിനകത്ത് അതിൻ്റെതായ പരിമിതികളുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലായവരാണ് മിക്കവാറും ഇവിടെ ഇരിക്കുന്നതെന്നാണ് എന്റെ ധാരണ.